ഹായ്, നമസ്കാരം. ഞാൻ ഗിരീഷ് ഗോവിന്ദ്. മില്ലേനിയം ഓഡിയോസിന്റെ ഒരു അഡാ കോമഡി എന്ന സ്റ്റാൻഡപ്പ് ഷോയിലൂടെ നിങ്ങൾക്ക് മുന്നിലേക്ക് ഞങ്ങൾ വരികയാണ്. അപ്പൊ നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തുമ്പോൾ നിങ്ങളുടെ നിറഞ്ഞ പ്രോത്സാഹനം ഉണ്ടാകുക. അപ്പൊ നമുക്ക് വേദി വെച്ച് കാണാം. നമസ്കാരം, ഞാൻ ഗിരീഷ് ഗോവിന്ദ്. അപ്പൊ എല്ലാരും ഹാപ്പി ആണല്ലോ? നമുക്ക് തുടങ്ങിയാലോ? ഉണ്ണികളെ ഒരു കഥ പറയാം. ഒരു സൂപ്പർ ഹിറ്റ് സിനിമ അല്ലേ മോഹൻലാലിന്റെ? ഞാൻ ഇവിടെ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പറയാൻ വേണ്ടി പോകുന്നതും ഒരു ഉണ്ണീന്റെ കഥയാണ്. ഉണ്ണികളില്ലാത്ത ദുഃഖത്തിൽ വളരെയേറെ വിഷമിച്ചിരുന്ന ബാലകൃഷ്ണൻ മാഷും ലീല ടീച്ചറും ആറ്റുനോറ്റ് എല്ലാവിധ വഴിപാടും നടത്തിയതിനു ശേഷം അവർക്കൊരു ഉണ്ണി പിറന്നു. ആ ഉണ്ണീന്റെ പേരാണ് ഉണ്ണി. ഉണ്ണി എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉരുളി കമത്തിയിട്ടുണ്ടായ ഉണ്ണിയാണ് എന്ന് ടീച്ചർ എല്ലായിടത്തും ചെന്ന് ഇങ്ങനെ പറയും. ഉരുളി കമത്തി ഉണ്ടായ മോനാന്ന് പറയുമ്പോ തന്നെ മാഷക്ക് വല്ലാത്തൊരു വിരളിയാ. എന്നിട്ട് മാഷ തന്നെ ഒന്ന് നോക്കും. എനക്കെന്തോ ഒരു കുറവുള്ള മാതിരി. പക്ഷെ സത്യത്തിൽ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചർ വളരെ അഭിമാനത്തോടു കൂടിയാണ് ഇവനെ കൊണ്ടുവരുന്നത്. ഇവൻ സ്കൂളിൽ എത്തിയതിനു ശേഷം ഇവന്റെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും ശാസ്ത്ര കൗതുകങ്ങളുടെ ലോകത്തേക്ക് നയിക്കുക എന്നുള്ളതായിരുന്നു. മാഷക്ക് ഇവൻ എങ്ങനെയെങ്കിലും ഒരു ശാസ്ത്രജ്ഞനാക്കണമെന്നുള്ള ഇഷ്ടത്തിന്റെ പുറത്താണ് ഇവനെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇവൻ ചെറുപ്പത്തിൽ തന്നെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നവീന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ വാർഷികോത്സവത്തിന് പാമ്പുകൾക്ക് മാളമുണ്ട് പറഞ്ഞിട്ട് ഒരു പ്രച്ഛന്ന വേഷം കളിച്ച വകയിൽ ഇവൻ ഒരു സോപ്പിന്റെ പെട്ടി കെട്ടി. ഇവൻ പിറ്റേന്ന് തന്നെ അതിൻ്റെ അകത്ത് കുറച്ച് LED ഒക്കെ ഫിറ്റാക്കി കുട്ടികളെ കൊണ്ടുപോയി കാണിച്ച് ഭയങ്കര കൗതുകം. ഇത് കണ്ട് മാഷൻ ടീച്ചറെ മോനല്ലേ ഇവനെ മോശമായിക്കൂടല്ലോ. ഹെഡ് മാഷ് പറഞ്ഞ്, നോക്ക് ബാലകൃഷ്ണ മാഷെ, ഇവൻ ചെറിയ കാര്യമല്ല കേട്ടോ ചെയ്യുന്നത്. ഇവനെ ഞാൻ നോക്കിയെടുത്തിൽ ഇവനിൽ ഭയങ്കരമായ ഒരു ശാസ്ത്ര കൗതുകം ഒളിഞ്ഞിരിപ്പുണ്ട്. ഇവൻ നമുക്ക് ശാസ്ത്രമേളയിൽ നമ്മുടെ സ്കൂളിനെ പ്രതിനിധീകരിച്ച് ഒരു റോബോട്ട് ഉണ്ടാക്കാൻ ഏൽപ്പിച്ചാലോ? അതിനെന്താ, ഇവൻ ഗംഭീരനല്ലേ? അങ്ങനെ ഇവൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ശാസ്ത്രമേളക്ക് ഇവന്റെ ഒരു റോബോട്ടിൽ ഉണ്ടാക്കി സ്കൂളിൽ കൊണ്ടുവന്ന് മാഷന്മാരും ആൾക്കാരൊക്കെ കൂടെ ഇരുന്ന് ഇതിങ്ങനെ കണ്ട് രസിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇവൻ ഏതോ ന്യൂട്രൺ ഫേസും കൂടെ ടെസ്റ്റ് ചെയ്തതാ. ഇത് പൊട്ടിത്തെറിച്ച് 2 മാസം കഴിഞ്ഞിട്ട് റിട്ടയർഡ് ആണ്ട് ഹെഡ് മാഷ് നേരത്തെ തന്നെ റിട്ടയർഡായി. സർവീസ് എന്നല്ല, ഈ ലോകത്തുനിന്ന് തന്നെ. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ ചങ്ങാതിക്ക് പിന്നീട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആരോ പറഞ്ഞ് ഇവൻ കലാകാരനാണ്. ഇപ്പം കണ്ടില്ലേ, പ്രച്ഛന്ന വേഷത്തിലൊക്കെ നല്ല സമ്മാനം നേടിയിട്ടുള്ള ഇവനെ കലാകാരനാക്കി മാറ്റുകയാണെങ്കിൽ ഇവൻ ലോകം അറിയപ്പെടും. അങ്ങനെ ഇവനെ മെല്ലെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ സിനിമയിലേക്ക് അഭിനയിക്കാൻ വേണ്ടിയിട്ട് ചാൻസ് നടക്കൽ തുടങ്ങി. അപ്പോഴത്തേക്ക് SSLC 3 പ്രാവശ്യം എഴുതിക്ക് തോറ്റിക്ക് ടീച്ചറെ മാഷെ മോനാന്ന് അതിൻ്റെ ഒരു നാണക്കടക്ക ബാക്കിയുണ്ട്. എന്നാലും കുഴപ്പമില്ല, കണ്ണിൽ വെള്ളം വരുന്നൊരു പ്രശ്നമുണ്ട് ഇവന് പുസ്തകം നോക്കി നിൽക്കുമ്പോൾ. അതുകൊണ്ട് മാത്രം ഇവൻ തോറ്റുപോയെന്ന് ടീച്ചർ നാട്ടുകാരോടൊക്കെ പറഞ്ഞ് ഇവൻ വിജയിക്കാൻ പോകുന്നത് ഇനി സിനിമയിലാണ്. സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഉണ്ണി പോയി. ഉണ്ണി ചെന്ന് ഉണ്ണി ഏതോ ഒരു സംവിധായകന്റെ പേരൊക്കെ ആർക്കോ പറഞ്ഞു കൊടുത്തിട്ട് അവസരമായി കൊടുത്താ. ഉണ്ണി റൂമിൽ നിൽക്കുന്ന സമയത്ത് രാത്രി വന്നിട്ട് ഓരോ ഒന്ന് മുട്ടി. ഹലോ, തുറക്ക്. ആരേനു? ഉണ്ണിമായ തുറക്ക്. ഉണ്ണിമായല്ല, വെറും ഉണ്ണി. നിങ്ങളാരാ? ഞാൻ VFXന്റെ ആളാ. എന്റെ VFX എൻ്റെ അടുത്ത് കാണിക്കണ്ട ചെറ്റയെന്ന് പറഞ്ഞിട്ട് ഇവൻ വാതിൽ ചവിട്ടിപ്പോൾ ചരച്ച് ഇവൻ 2 കുറ്റിയും വേറൊരു കുറ്റിയും കൂടി ഇട്ടിട്ട് ഇവൻ കിടന്നുറങ്ങി. പിറ്റേന്ന് ഇവനുള്ള സീൻ എന്താന്ന് വെച്ചാൽ അച്ഛൻ മരിച്ചു കിടക്കുന്ന ഗൾഫിൽ നിന്ന് വരുന്ന മോൻ. ഇവന്റെ ഡയലോഗ് എന്താന്ന് വെച്ചാൽ, ഇത്രയും പ്രമാണിയായിട്ടുള്ള മകൻ ഉണ്ടായിട്ടും എൻ്റെ അച്ഛനെ എൻ്റെ ധനം കൊണ്ട് രക്ഷിക്കാൻ പറ്റിയില്ലല്ലോ ഈശ്വര. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എടുത്ത് ടേക്ക്. അതിൻ്റെ ഇടയ്ക്ക് കരിപ്പൂരുമായി പോയ വിമാനത്തിനും നെടുമ്പാശ്ശേരിയുമായി പോയ വിമാനത്തിനും കൈ കണക്കും. അവസാനം സംവിധായകൻ പറഞ്ഞ്, ഞാനിത് നിർത്തിയിട്ട് എങ്ങോട്ടെങ്കിലും ഫ്ലൈറ്റ് കയറി പോവാ. എൻ്റെ അച്ഛൻ മരിച്ചാൽ പോലും നാട്ടിലേക്ക് നിങ്ങൾ എന്നെ വിളിക്കരുത്. അങ്ങനെല്ലാം കൂടിയും ഇവനെന്ത് പണിച്ചെന്ന് വെച്ചാൽ അപമാനിതനായോട് കൂടിയിട്ട് ഇവൻ്റെ മനസ്സിൽ മുഴുവൻ വേദനയായി. ഇവൻ പറഞ്ഞു, ഇനി ഒരു സംവിധായകൻ്റെ അടുത്ത് ചാൻസ് വെച്ച് പോകുന്ന പരിപാടിയല്ല. അങ്ങനെ ഇവൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണി സ്വന്തമായിട്ട് സംവിധാനം ചെയ്യാൻ തീരുമാനിച്ചു. ഉണ്ണി സംവിധാനം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച് സിനിമ എല്ലാം കൂടി തട്ടിക്കുട്ടി ആരൊക്കെയോ കയ്യും കാലൊക്കെ പിടിച്ചിട്ട് ഇവ സിനിമ പൂർത്തിയാക്കി. പക്ഷെ സിനിമ തിയേറ്ററിൽ വന്നിട്ട് അങ്ങൊന്നും അറിയാനില്ല. ഇവൻ ആകെ മനസ്സിലുള്ള ഒരു ആഗ്രഹം സ്വന്തം നാട്ടുകാരെങ്കിലും സിനിമ ഒന്ന് കണ്ടാൽ മതി. അങ്ങനെ ഇവൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു ജീപ്പിന് നിറയെ ആളുമായിട്ട് പേരാമ്പ്ര കൃഷ്ണഗീത തിയേറ്ററിൽ വന്ന് സിനിമേന്റെ ടിക്കറ്റ് എടുക്കുന്ന നേരത്ത് സിനിമ ഓടിക്കൊണ്ടിരിക്കുന്ന തിയേറ്ററിന്റെ മാനേജർ വന്നിട്ട് പറഞ്ഞു, ഏതാ പടം? നമ്മൾ തമ്മിൽ വെറുതെ വർത്താനം പറഞ്ഞിട്ട് കാര്യമല്ല, നമ്മൾ തമ്മിലൊക്കെ എന്നോ പോയി. എന്താ അത്? ഒരാൾക്കായിട്ട് സിനിമ ഓടിക്കാൻ പറ്റൂല ചങ്ങായി, കറണ്ടിന്റെ പൈസയെങ്കിലും വേണ്ട ഇവിടെ. അപ്പൊ ഇവൻ ആകെ അപമാനിതനായി. ഇവനൊരു സിനിമ എടുത്തിട്ട് ലോകത്തൊരു മനുഷ്യനെ അറിയല.
ഇവൻ ആകെ പ്രാന്തായി. അതിനടക്കാണ് ഇപ്പൊ അടുത്ത് ഇവൻ ഒരു ഐഡിയ ഇവന്റെ തലയിൽ വെച്ചത്. പല നടിമാരും പഴയ സിനിമാ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഇവൻ ഇതിൽ അഭിനയിച്ച നടീനെ വിളിച്ച്, ഉളുപ്പുണ്ടോ നിങ്ങൾക്ക്? എത്ര ദിവസം നമ്മൾ ഒരുമിച്ച് ഇവിടെ സിനിമ എന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ല, ഭക്ഷണമെങ്കിലും ഒരുമിച്ച് കഴിച്ചല്ലേ നിങ്ങൾ? ആരെങ്കിലും ഒന്ന് എന്നെ ഞാൻ പീഡിപ്പിച്ചത് മറ്റൊരു ഏതെങ്കിലും ഒരു ടി വിയിലെങ്കിലും ചെന്നിട്ട് ഒന്ന് വിളിച്ചു പറയ്ക്കുക, അങ്ങനെയെങ്കിൽ ആ സിനിമേന്റെ പേരെങ്കിലും ഒരു 4 ആൾ അറിഞ്ഞോട്ടെ. ഉണ്ണി ഈ ആവശ്യവും പറഞ്ഞ് നടീനെ വിളിച്ചപ്പോ നടിയൊരൊറ്റ ആട്ട. ഈ എന്താണോ മനസ്സിലാക്കിയത്? ഞാൻ കുടുംബത്തിൽ പറഞ്ഞായിട്ട് നിങ്ങളാ പീഡിപ്പിച്ചിരിക്കുന്ന അറിയും, ഇല്ലെങ്കിൽ ഇല്ലാന്ന് അറിയും. അപ്പൊ തന്നെ ഉണ്ണിക്കൊരു കാര്യം മനസ്സിലായി, ഇതുകൊണ്ടൊന്നും ഞാൻ ഫേമസ് ആകാൻ പോകുന്നില്ല. ഉണ്ണിക്കൊരു ഐഡിയ കത്തി. മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന 5 നടിമാരെ ഞാൻ അങ്ങോട്ട് പീഡിപ്പിച്ചിരിക്കുന്നു മറ്റു ഉണ്ണി വാർത്താ സമ്മേളനം വിളിച്ച്. എങ്ങനെയെങ്കിലും ഇതൊന്ന് ക്ലിക്കായി കിട്ടിക്കഴിഞ്ഞാൽ ഞാനൊന്ന് പാൻ ഇന്ത്യ സ്റ്റാർ ആവുന്നുള്ളതെന്നും എൻ്റെ മനസ്സിൽ. പക്ഷെ ഇവരൊക്കെ കൂടെ തിരിച്ച് മാനഹാനിക്ക് 10 കോടി റുപ്യ കൊടുത്താൽ പിന്നെ വിവരം തിരിച്ച് എല്ലാം കൂടി കൈമേലും കാലുമേലും വീണ് അറിയാണ്ട് പറ്റിപ്പോയതാ. ഫേമസ് ആകാനുള്ളൊരു ശ്രമമല്ലേ, അങ്ങനെ പറ്റിപ്പോയൊരു അബദ്ധാന്നൊക്കെ പറഞ്ഞാൽ ഇവര് ദേഹ കാണിച്ചെല്ലാം കൂടി വെറുതെ വിട്ട് അവസാനം ജീവിക്കാൻ എന്തൊക്കെ ഒരു വഴി വേണ്ടേ? അവസാനം ഇവന്റെ കയ്യിൽ ആകെ ബാക്കിയായത് ഒരു ക്യാമറയാ. ഇതായിട്ട് ഇവൻ ജാനകിക്കാട്ടിലേക്ക് കയറി. അവിടെ ചെന്നിട്ട് മയില്, കുയില്, ഒട്ടകം, ഇന്ത്യയൊക്കെ ഫോട്ടോ എടുക്കാന്നുള്ള ഉദ്ദേശത്തിലാണ് ചെന്നത്. ഇതിനിടയിൽ ഇവൻ വേഴാമ്പലിന്റെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ കുറച്ച് ദിവസമായിട്ട് ഭക്ഷണമൊന്നും ഇല്ലാണ്ട് മരത്തിന്റെ മുകളിൽ കിടക്കുകയായിരുന്ന പെരുമ്പാമ്പ് ഷുഗർ കുറഞ്ഞ് ഇവന്റെ തലയിൽ വീണ്. പാമ്പ് വീണ ഉടനെ തന്നെ ഇവന്റെ ബോധവും പോയി. പാമ്പ് വിചാരിച്ചു ഒരു ബോധമില്ലാത്തൊരുത്തനെ കടിച്ചിട്ട് വെറുതെ പറപ്പിക്കണ്ടല്ലോ വെച്ചിട്ട് പാമ്പ് കഴിഞ്ഞ് അതിന്റെ വഴിക്ക് പോയി. ഇതിനിടയിൽ ഇവൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ പാമ്പ് വീണ ഉടനെ തന്നെ കടകടാ ഫോട്ടോ എടുത്തുകൊണ്ട് നിന്നു. ഇവൻ അറിഞ്ഞുകൊണ്ട് എടുത്തല്ല, ചുഴലിന്റെ അസുഖമുള്ളതുകൊണ്ട് അറിയാണ്ട് ക്യാമറ ഞെക്കിപ്പോയതാ. ഇതിനിടെ കിട്ടിയ ഫോട്ടോസൊക്കെ കൂടെ സോഷ്യൽ മീഡിയ കൂടെ വൈറലായി. രാജ്യരാജ്യാന്തരം ഈ സാധനം അങ്ങ് വൈറലായോടുകൂടി കൊടാക്ക് കമ്പനിയുടെ മാനേജർ പിറ്റേന്ന് തന്നെ കേരളത്തിലേക്ക് വന്നു. ഉണ്ണിനോട്, ചെല്ലുണ്ണി, നീ ഏത് ക്യാമറയിൽ ഏത് ലെൻസാണ് നീ ഉപയോഗിച്ചത്? ഉണ്ണി പറഞ്ഞ്, അൻ രഹസ്യം എന്നോടുകൂടി മണ്ണടിഞ്ഞു പോട്ടെ, കൊന്നാലും ഞാനത് പറയല. അപ്പൊ ഉണ്ണീനോട് കൊടാക്ക് കമ്പനിയുടെ മാനേജർ പറഞ്ഞ്, അൻ രഹസ്യം ഞങ്ങൾക്ക് പറഞ്ഞു തരണമെന്നില്ല, ഞങ്ങളെ കമ്പനിക്ക് വേണ്ടി സേവനം ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ജപ്പാനിലേക്ക് വന്നൂടെ? അയാൾ പറഞ്ഞ്, ഞാൻ വരാം, പക്ഷെ ഒരിക്കലും ഇതിന്റെ രഹസ്യങ്ങൾ പുറത്തു വിടരുത്, ഞാൻ വന്ന് നിങ്ങൾക്ക് സേവനം ചെയ്യാം. ഇപ്പൊ ഈ ഒരു ഉറപ്പിന്റെ മുകളിൽ ഉണ്ണി ജപ്പാനിലേക്ക് പോയിട്ടുണ്ട്. ഇനി ഉണ്ണീന്റെ ജീവിതം എന്താണ്, എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ പറ്റിയിട്ടൊന്നും ഒരു പിടുത്തമില്ല. അവിടെ ചെന്നിട്ട് ഉണ്ണീന്റെ ബാക്കിയുള്ള ജീവിതം എങ്ങനെയായിരിക്കും എന്നുള്ളത് ഉണ്ണിയായിട്ട് സംസാരിച്ചതിന് ശേഷം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരും. അതുവരെ താങ്ക് യു.